തുടങ്ങാം. അടുത്ത സെക്ഷൻ നിങ്ങൾക്കൊരു 1-2 ഹോംവർക്കുകളാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ നോട്ട് എടുക്കുക. ചെയ്യാത്തവര് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പേജ് 36 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങൾക്ക് അതിന്റെ തുടക്കം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊരു 3.5 3.5 മീറ്റർ നീളമുള്ള ഒരു ഇരുമ്പ് കമ്പി 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചു. അതിലൊരു കഷ്ണം എടുത്തിട്ട് സമചതുരവും വേറൊരു കഷ്ണം എടുത്തിട്ട് സമഭുജ ത്രികോണം നിർമ്മിച്ചു. രണ്ടിന്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണ് എങ്കിൽ എവിടെ വെച്ചാണ് അത് മുറിച്ചിട്ടുള്ളത്? അപ്പൊ നമ്മളന്ന് പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പീനെ നമ്മൾ 2 കഷ്ണങ്ങളാക്കി മുറിച്ചു. അതിൽ ഈ കഷ്ണത്തിന് നീളം നമ്മുടെ എക്സ് എന്ന് എടുക്കാനെന്ന് പറഞ്ഞിരുന്നു. ബാക്കിയുള്ള ഭാഗം എത്രയായിരിക്കും? ആകെ 3.5 ആലും 3.5 മൈനസ് എക്സ് ആയിരിക്കും. ഈ 3.5 അതിൽ ഡെസിമൽ പ്ലേസിന്റെ പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് ആ മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് ആക്കിയിട്ട് വേണം കണക്ക് ചെയ്യാം. 3.5 മീറ്റർ എന്നുള്ള സെന്റിമീറ്റർ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ദശാംശ സ്ഥാനം ഒഴിവാക്കിയിട്ടുള്ള സംഖ്യ കിട്ടും. അങ്ങനെയും വിരോധമില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടുന്നത് സെന്റിമീറ്റർ ആയിരിക്കും. എങ്ങനെയും വിരോധമില്ല. അപ്പൊ നമ്മൾ 2 ഭാഗമാക്കിയിട്ടുള്ളത്, ഒരു ഭാഗത്തിന്റെ നീളം എക്സും ഒരു ഭാഗത്തിന്റെ നീളം 3.5 മൈനസ് എക്സ്. അതായത് ആകെ നീളത്തിൽ നിന്ന് നമ്മൾ എക്സ് എടുത്തതിന്റെ നീളം മൈനസ് ചെയ്തു. ഇനി നമ്മളിൽ ആദ്യത്തെ പാർട്ട് ഉപയോഗിച്ചിട്ട് ഒരു സമചതുരം നിർമ്മിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ആദ്യത്തെ പാർട്ട് എടുക്കാന്ന് പറയുമ്പോൾ ഈ കഷ്ണം ഇങ്ങനെ വളച്ചിട്ട് ഒരു സമചതുരം നിർമ്മിച്ചു. രണ്ടാമത്തെ പാർട്ട് എടുത്തിട്ട് നമ്മൾ ഒരു സമഭുജ ത്രികോണം നിർമ്മിച്ചു. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നിർമ്മിച്ചു. ആദ്യത്തെ പോർഷൻ എടുത്തിട്ട് ഒരു സ്ക്വയർ നിർമ്മിച്ചു. ഇനി അടുത്ത പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് രണ്ടിന്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണെന്നാണ് പറയുന്നത്. ഇപ്പോ ഇതിന്റെ ഒരു വശത്തിന്റെ നീളം 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളവും എത്രയുണ്ടായിരിക്കും? 10 സെന്റിമീറ്റർ ഉണ്ടായിരിക്കും. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടിന്റെയും ഒരേ വശങ്ങൾക്ക് ഒരേ നീളമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിന്റെയും വശങ്ങൾക്ക് ഒരേ ലെങ്ത് ആണ് അവർ തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് എക്സ് സെന്റിമീറ്റർ നീളമുള്ള കമ്പി എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ സമചതുരം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സമചതുരത്തിന്റെ ഒരു വശം എത്രയായിരിക്കും? ഈ എക്സ് എന്ന് പറയുന്നത് ഈ എക്സ് തന്നെയുള്ള കമ്പി ഇവിടുന്ന് എടുത്തു, ഇവിടെ വളച്ച് ഇങ്ങനെ ഒരു സമചതുരം നിർമ്മിക്കുമ്പോൾ ഈ എക്സ് മീറ്റർ എന്നുള്ളത് ഈ സമചതുരത്തിന്റെ ചുറ്റളവായിട്ട് മാറും. അപ്പൊ എക്സ് മീറ്റർ നീളമുള്ള ഒരു കമ്പി ഉപയോഗിച്ച് നിങ്ങൾ ഒരു സമചതുരം, ഒരു സ്ക്വയർ നിർമ്മിക്കുമ്പോൾ എക്സ് എന്നത് എന്തായി മാറും? ആ സമചതുരത്തിന്റെ ചുറ്റളവ് പെരിമീറ്റർ ആയിട്ട് മാറും. അതിൽ നിന്ന് ഒരു വശം കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? നിങ്ങൾ പെരിമീറ്ററിൽ നിന്ന് ഒരു വശം കണ്ടുപിടിക്കണമെങ്കിൽ പെരിമീറ്ററിനെ നിങ്ങൾ 4 കൊണ്ട് ഹരിക്കണം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ആദ്യ സെക്ഷനിലെ ഈ എക്സ് എന്ന് പറയുന്നത് സമചതുരത്തിന്റെ ചുറ്റളവാണ്. അപ്പൊ ആദ്യത്തെ ഭാഗം നമുക്ക് കണക്കിങ്ങനെ ആരംഭിക്കാം. നോട്ട് ചെയ്യാൻ വരിക. 3.5 മീറ്റർ നീളമുള്ള കമ്പി 2 ഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗത്തിന് നീളം എക്സ് എന്ന് സങ്കല്പിക്കുക. എന്നുള്ള നോട്ട് തുടങ്ങിക്കോളൂ. 3.5 മീറ്റർ നീളമുള്ള കമ്പി 2 ഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗത്തിന്റെ നീളം സമം എക്സ് മീറ്റർ. രണ്ടാമത്തെ ഭാഗത്തിന്റെ നീളം സമം 3.5 മൈനസ് എക്സ്. If we cut the rod into 2 parts, let the first part is equal to x. Let the first part is equal to x, and the other part is equal to 3.5 minus x. 3.5 minus x. 3.5 minus x. ഇനി അടുത്ത നോട്ടിട്ട് എഴുതുക. എക്സ് മീറ്റർ നീളമുള്ള കമ്പി മടക്കി സമചതുരം നിർമ്മിച്ചാൽ എക്സ് മീറ്റർ നീളമുള്ള കമ്പി മടക്കി
സമചതുരം നിർമ്മിച്ചാൽ ഒരു വശത്തിന്റെ നീളം x/4 x/4. If we construct a square by folding a rod of length x meter, you commit one side of the square is equal to x/4. അടുത്ത നോട്ട് 3.5 മൈനസ് എക്സ് മീറ്റർ നീളമുള്ള 3.5 മൈനസ് എക്സ് മീറ്റർ നീളമുള്ള കമ്പി മടക്കി സമഭുജ ത്രികോണം നിർമ്മിച്ചാൽ അതിന്റെ ഒരു വശത്തിന്റെ നീളം 3.5 മൈനസ് എക്സ് ബൈ 3 ആവാനുള്ള കാരണം സമഭുജ ത്രികോണത്തിന് 3 വശങ്ങളാണുള്ളത്, അതുകൊണ്ടാണ് ബൈ 3 വന്നത്. ഇവിടെ ബൈ 4 വരെയുള്ള കാരണം സമചതുരത്തിന് 4 വശങ്ങൾ, അപ്പോൾ ഒരു വശം കിട്ടാൻ 4 കൊണ്ട് ഹരിക്കണം. ഇവിടെ ഒരു വശം കിട്ടാനായിട്ട് 3 കൊണ്ട് ഹരിക്കണം. നിങ്ങൾ എഴുതുക, if we construct an equilateral triangle by folding a rod of 3.5 minus x meter. Therefore, one side of the triangle is equal to 3.5 minus x by 3. 3.5 minus x by 3. ഇനി നല്ല ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ രണ്ടിന്റെയും ഓരോ വശത്തിന് നീളങ്ങൾ കണ്ടുപിടിച്ചു. സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം x/4 സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം 3.5 മൈനസ് എക്സ് ബൈ 3 ആണ്, ബൈ 3 ആണ്. ഇനി കണക്കിൽ പറഞ്ഞ പ്രത്യേകത, ഇതിന്റെ രണ്ടിന്റെയും വശങ്ങൾക്ക് ഒരേ നീളം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളവും സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളവും തുല്യാണെന്ന് പറയുന്നത്. അപ്പോ x/4 എന്ന് പറയുന്നത് സമചതുരത്തിന്റെ ഒരു വശം, 3.5 മൈനസ് x ബൈ 3 പറയുന്നത് സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം. ഇത് രണ്ടും തുല്യമാണ് എന്നാണ് കണക്കിൽ പറഞ്ഞ കാര്യം. അപ്പൊ x/4 ഈസ് ഈക്വൽ ടു 3.5 മൈനസ് എക്സ് ബൈ 3 എന്നാണ് നമുക്കിവിടെ സമവാക്യം വരിക. ഇനി ഇത് നമുക്ക് ചെയ്യാത്ത കാര്യം ക്രോസ് ചെയ്ത് എന്ത് ചെയ്യാം? ഇത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഇങ്ങനെ കിടക്കും, 3 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 3.5 മൈനസ് എക്സ്. ഇവിടെ 3x ഈസ് ഈക്വൽ ടു 4 കൊണ്ട് ബ്രാക്കറ്റ് ഇൻറ്റു ചെയ്യാം. അപ്പൊ 4 ഇൻറ്റു 3 12 പ്ലസ് 2 14 കിട്ടൂല, മൈനസ് 4x. ഇനി എക്സ് ഒക്കെ ഒരു ഭാഗത്ത് മാറ്റുകയാണെങ്കിൽ ഇവിടെ 3x ഉണ്ട്, മൈനസ് 4x കിടക്കുമ്പോൾ പ്ലസ് 4x ഈസ് ഈക്വൽ ടു 14 കിട്ടും. ഇത് ആഡ് ചെയ്യുമ്പോൾ 7x ഈസ് ഈക്വൽ ടു 14. therefore x is equal to 14 by 7, x is equal to 2. x is equal to 2 meter. അപ്പോ x എന്ന് പറഞ്ഞ ഒരു പാർട്ട് അല്ലേ, 1 part of the road is equal to 2 meter. so the other part എന്തായിരിക്കും? ആദ്യം 3.5 ന്ന് ഈ 2 മൈനസ് ചെയ്യുക, അപ്പൊ 1.5 മീറ്റർ കേട്ടോ. therefore 1 part of the road is equal to 2 meters. therefore other part, length of the other part of the road is equal to 3.5 minus 2 is equal to 1.5 meter. ഇവിടെ നിന്ന് എഴുതി എടുത്ത് നോക്കാം.
x/4. നമ്മുടെ രണ്ടിന്റെയും വശങ്ങളുടെ നീളങ്ങൾ തുല്യമായ സ്റ്റെപ്പാണ്. സ്കൂളിൽ വേണമെങ്കിൽ സ്റ്റെപ്പ് കാണിക്കാം. രണ്ടിന്റെയും വശങ്ങളുടെ നീളങ്ങൾ തുല്യമാണ്. വേണമെങ്കിൽ സ്റ്റെപ്പ് വേണമെങ്കിൽ എഴുതിക്കോളൂ. രണ്ടിന്റെയും വശങ്ങളുടെ നീളങ്ങൾ തുല്യമാണ്. എന്നിട്ട് ആയിരത്തിന്റെ സമചതുര വശം x/4 സമം ത്രികോണത്തിന്റെ വശം 3.5 - x/3 രണ്ടും ഈക്വൽ എഴുതിയിട്ട് അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 3 × x, ഇവിടെ 4 × 3.5 - x. 3x = 4 കൊണ്ട് ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യും. -4x ഇങ്ങോട്ട് മാറ്റി 3x + 4x = 14. Then 3x + 7x = 3x + 4x = 7x. 7x = 14. So x = 14/7. x = 2. x ആണ് ഒരു പാർട്ട്. അപ്പോ therefore length of one part of the road. Therefore length of one part of the road is equal to 2 meter. Length of other part of the road is equal to 3.5 - 2 is equal to 1.5 meter. കമ്പിയുടെ ഒരു ഭാഗത്തിന്റെ നീളം സമം 2 മീറ്റർ. രണ്ടാമത്തെ ഭാഗത്തിന്റെ നീളം 3.5 - 2 സമം 1.5 മീറ്റർ. ഇതേ കണക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ വേറെ രീതി പറഞ്ഞപ്പോൾ ഇവിടെ ഇപ്പൊ നമ്മള് ഇങ്ങനെ മുറിച്ചത് ഒരു പാർട്ട് എക്സ്റ്റെൻഡ് ആണ് ചെയ്തത്, കമ്പി മുറിച്ചതിന്റെ. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഈ കണക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു വശത്തിന്റെ നീളം എക്സ് ആയിട്ട് എടുക്കാൻ വേണമെങ്കിൽ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എക്സ്, മറ്റേ ഒരു വശത്തിന്റെ നീളം എക്സ് ആയിട്ട് എടുക്കുക. അപ്പൊ സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ 4x സമം 0 ചുറ്റളവ് സമം 3x. ഈ രണ്ട് ചുറ്റളവ് കൂട്ടുമ്പോൾ കമ്പിയുടെ ആകെ 3.5 കിട്ടുക. അപ്പോൾ 7x സമം 3.5 എടുത്തിട്ട് പറഞ്ഞ് കണക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അങ്ങനെയാലും ചെയ്യാം, വിരോധമില്ല. ഞാൻ പിന്നെ നേരത്തെ x എന്ന് പറഞ്ഞതുകൊണ്ട് ആ വഴിക്ക് പോയെന്നുള്ളൂ. പിന്നെ കണക്കിടയില്ലേ 5ാമത്തെ ചോദ്യം, പേജ് 36 5th ക്വസ്റ്റ്യൻ വേഗം എഴുതും. മാഷ് ബോർഡ് മാറ്റുന്നുണ്ട് കേട്ടോ. അല്പം ലെങ്ത് ഉള്ള ക്വസ്റ്റ്യൻ, പക്ഷെ ചെയ്യാൻ പ്രയാസമില്ല കേട്ടോ. ക്വസ്റ്റ്യൻ അല്പം ലെങ്ത് ഉണ്ടെന്നുള്ളൂ. അതായത് ഞാൻ വായിക്കാം. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ t seconds by an object starting with a speed of u meter per second and moving along a straight line with a speed increasing at the rate of a meter per second. Every second is given by ut plus half at square. An object in this manner travels 10 meters in 2 seconds and 28 meters in 4 seconds. With what speed did it start? At what rate does its speed change? അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ലാസ്റ്റ് ചോദിച്ചിട്ടുള്ളത് എന്ത് സ്പീഡിലാണ് അതിന്റെ ഇനീഷ്യൽ സ്പീഡാണ് ചോദിക്കേണ്ടത്. രണ്ട്, അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നമുക്ക് അവര് ആ ഇക്വേഷൻ പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽ പോയി എന്റെ സ്പീഡ് ഇക്വേഷൻ ut plus half at square നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ട്രാവൽ ut plus half at square എന്ന് പറയുന്ന ഒരു ഫോർമുല തന്നിട്ടുണ്ട്. ഈ ഫോർമുല പ്രകാരം കണ്ടുള്ള ഡിസ്റ്റൻസ് ട്രാവൽ കണ്ടുള്ള ഫോർമുലയാണ്. u എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനീഷ്യൽ വെലോസിറ്റി, അതുപോലെ a ആക്സിലറേഷൻ, അതായത് അതിന്റെ ത്വരണം, ടി എന്ന് പറഞ്ഞാൽ ടൈം. ഇതില് രണ്ട് തരത്തില് ഒരു ഓബ്ജക്റ്റ് രണ്ട് തരത്തില് അത് പോയതിന്റെ ഒരു അളവ് അവരവർ പറയുന്നുണ്ട്.
an object moving in this manner travels 10 meters in 2 seconds. 10 meters in 2 seconds. 10 meters എന്ന് പറയുമ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് ആണ്. 2 seconds എന്ന് പറയുമ്പോൾ ടൈമാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഫസ്റ്റ് കേസിൽ പറയുന്നത് ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് 10 മീറ്ററും അതിന് ടൈം തന്നിരിക്കുന്നത് 2 seconds ആണ്. അപ്പൊ നിങ്ങൾ ഈ വാല്യൂസ് നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡി എന്നുള്ളടത്ത് 10 വന്നു ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ടി എന്നുള്ളടത്ത് 2 വന്നു പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 2 സ്ക്വയർ കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ 2 ഇൻറ്റു യു 2u ഈസ് ഈക്വൽ ടു പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 2 സ്ക്വയർ 4 ഈ 2 4 2 ടൈം കട്ടായി. 10 is equal to 2u plus 2a. ഇതൊരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷന്റെ പ്രത്യേകത ഈ ഇക്വേഷനിലെ എന്താ പ്രത്യേകത? കോമൺ ടേം ഉണ്ട്. ഒരു കോമൺ ടേം ഉണ്ട്. ദാറ്റ് ഈസ് 2 ആണ് ഇവിടുത്തെ കോമൺ ടേം. ഈ 2 കൊണ്ട് നമുക്ക് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ ഇസ് ഡിവൈഡഡ് ബൈ 2 എടുക്കുകയാണെങ്കിൽ ഈ 2 കട്ട് ചെയ്ത് പോയിട്ട് ഇവിടെ 5 ഇവിടെ u ഇവിടെ a. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഈസ് u plus a is equal to 5. Equation number 1. ഇതാണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ശ്രദ്ധിക്കുക. d is equal to ut plus half a t square ആണ് തന്നിരിക്കുന്ന ഫോർമുല. ആ ഫോർമുലയിൽ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞ കാര്യം അതിന് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുള്ളത് 10 മീറ്റർ ആണ്. അത് ട്രാവൽ ചെയ്തിട്ടുള്ള ടൈം 2 seconds ആണ്. അപ്പൊ അത് നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് 10 is equal to u into 2 അതായത് ടിക്ക് 2 കൊടുത്തു പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 2 സ്ക്വയർ 2 ഇൻറ്റു യു 2u പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 2 സ്ക്വയർ 4. ഈ 2 4 2 ടൈം കട്ട് ചെയ്ത് പോയി. നമുക്ക് 10 is equal to 2u പ്ലസ് 2a. ഇക്വേഷനിൽ കോമൺ ടേം 2 ആയതുകൊണ്ട് ഇക്വേഷൻസ് കിട്ടുമ്പോൾ കോമൺ ടേം കൂടെ ഒക്കെ എപ്പോഴും കട്ട് ചെയ്ത് കളഞ്ഞോട്ടാ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ 2 10 5 ടൈം ഇവിടെ 2 കട്ട് ചെയ്ത് പോയി u പ്ലസ് എന്ന് കിട്ടി. സോ ദ ഫസ്റ്റ് ഇക്വേഷൻ ഈസ് u പ്ലസ് എ ഈസ് ഈക്വൽ ടു 5. ഇത് വേഗം നിങ്ങൾ എഴുതി വയ്ക്കും. റെഡി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്ന കാര്യം 28 meters in 4 seconds എന്ന് പറയുന്നത്. ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത് 10 meter 2 secondsലും 28 meters 4 secondsലും അത് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കണ്ടീഷന്റെ കാര്യം പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷനിൽ ഡിസ്റ്റൻസ് പോയിട്ടുള്ളത് 28 meters ആണ്. അതിന് ടൈം എടുത്തിട്ടുള്ളത് ഡിസ്റ്റൻസ് ഇക്വൽ ടു 28 മീറ്റേഴ്സും ടൈം എടുത്തിട്ടുള്ളത് 4 seconds ആണ്. അപ്പൊ നിങ്ങളുടെ ഇക്വേഷനിലെ നമുക്ക് തന്നിട്ട് ഡിസ്റ്റൻസ് ഫോർമുല ഇത് അപ്ലൈ ചെയ്യാം. ഡി എന്നുള്ളടത്ത് ഡിസ്റ്റൻസ് ഈസ് 28 ഈസ് ഇക്വൽ ടു യു ഇൻറ്റു ടൈം 4 പ്ലസ് 1/2 ഇൻറ്റു എ ഇൻറ്റു 4 സ്ക്വയർ. 28 ഈസ് ഈക്വൽ ടു 4u പ്ലസ് half into a into 16 4 square 16 2 16 8 ടൈം കട്ടിൽ പോയി. സോ 28 is equal to 4u plus 8a. ഇവിടുത്തെ കോമൺ ടൈം നോക്കി നിങ്ങൾ. കോമൺ ടൈം എത്ര ഇവിടെ? കോമൺ ടൈം 28 4 8. കോമൺ ടൈം is 4. ഇക്വേഷനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡിങ് ബൈ 4. 28 4 7 ടൈം 4 കട്ട് ചെയ്ത് പോയി ഇവിടെ u പ്ലസ് 8 2 ടൈം 2a. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്ത് കിട്ടി? 2a പ്ലസ് u ഈസ് ഈക്വൽ ടു 7. 2a പ്ലസ് u ഈസ് ഈക്വൽ ടു 7 is the second equation. ഇവിടെ d is equal to 28, t is equal to 4. That means 28 meter in 4 seconds a object move ചെയ്തു. 28 is equal to u into time 4 കൊടുത്തു plus
half into a into 4 square is equal to 4u plus half into a into 4 square is 16. 2 4 le 8 time cut ചെയ്തു. 4u plus 8a. Common term 4 divided 28 7 times. 4u 4 times. 8a 2 times. So second equation is 2a plus u is equal to 7. Equation 2. Then next step ഈ രണ്ട് ഇക്വേഷൻ ഞാൻ വിഷയം ശ്രദ്ധിക്കുക. സെക്കൻഡ് ഇക്വേഷൻ കിട്ടിയത് 2a plus u is equal to 7. That is equation 2. First equation is u plus 2. First equation is u plus a is equal to 5. Second equation u plus 2a is equal to 7. First equation is u plus a is equal to 5. ഇതിനെ എന്ത് ചെയ്യേണ്ട കേസ് ഇക്വേഷൻ 2 ഇക്വേഷൻ 1 സബ്സ്ട്രാക്ട് ചെയ്യാം, മൈനസ് ചെയ്യാം. മൈനസ് ചെയ്താൽ ഇവിടെ യുവിന്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആണ്. ഈക്വൽ ആക്കേണ്ട കാര്യം നമുക്കില്ല. മൈനസ് ചെയ്യും. മൈനസ് ചെയ്യുമ്പോൾ യു എലിമിനേറ്റ് ആയി. 2a minus a is equal to a. 7 minus 5 is equal to 2. a is equal to 2. That is acceleration. നമുക്ക് 2 കിട്ടി. 2 meter per second. ഈ 2 എന്നുള്ള വാല്യൂ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യു കിട്ടും. നമുക്ക് സ്റ്റെപ്പ് എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ ഇൻ ഇക്വേഷൻ 1. നമുക്ക് യു plus a is 2 is equal to 5. So u is equal to 5 minus 2. U is equal to 3. And the initial velocity is 3. So complete it.